നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബോംബ് സ്ഫോടന വാർത്ത. തുടർന്ന് നമ്മൾ കേട്ടത് ദല്ലാൽ നന്ദകുമാറിൻ്റെ പേരാണ്. ഇക്കുറി അനിൽ ആന്റണിക്കെതിരെ ഉഗ്ര ബോംബാണ് ഇപ്പോൾ ദല്ലാൽ നന്ദകുമാർ തൊടുത്തുവിട്ടിരിക്കുന്നത്. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് തൻ്റെ കയ്യിൽ നിന്ന് അനിൽ ആന്റണി നേരിട്ട് 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയിരുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ദല്ലാൽ നന്ദകുമാർ. ഒരു ഡ്യൂട്ടി ഫ്രീ കവർ ഉയർത്തിക്കാട്ടി ഇത്തരമൊരു കവറിലാണ് താൻ പണം അനിൽ ആന്റണി ഏൽപ്പിച്ചത് എന്ന് ദല്ലാൽ നന്ദകുമാർ പറയുന്നു. താൻ ദല്ലാളാണെങ്കിൽ ദില്ലിയിലെ സൂപ്പർ ദല്ലാളാണ് അനിൽ ആന്റണി എന്ന് ദല്ലാൽ നന്ദകുമാർ. ഡിഫൻസ് മിനിസ്റ്റർ പദവി ഉപയോഗിച്ച് AK ആന്റണിയെ വിറ്റ് പണമാക്കിയവനാണ് അനിൽ ആന്റണി. UPA 1-2 സർക്കാരുകളെ വിറ്റ് കാശാക്കിയ ഒരു ഇടനിലക്കാരനാണ് അനിൽ ആന്റണി എന്ന് നന്ദകുമാർ തുറന്നടിക്കുന്നു. ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ദല്ലാൽ നന്ദകുമാർ നടത്തുന്നത്. തനിക്ക് പണം തിരിച്ചു കിട്ടാൻ PJ കുര്യനും PT തോമസും ഇടപെട്ടിട്ടുണ്ട് എന്ന് നന്ദകുമാർ പറയുന്നു. PT തോമസ് മരിച്ചുപോയി, എന്നാൽ PJ കുര്യൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അനിൽ ആന്റണി BJP പാളയത്തിലാണ്. എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നന്ദകുമാർ പറയുന്നത് സത്യമാണെങ്കിൽ PJ കുര്യൻ കേരളത്തോട് ഉള്ളത് തുറന്നു പറയണം. ആദർശത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞു നിൽക്കുന്ന AK ആന്റണി നന്ദകുമാർ പറയുന്നത് ഒന്നുകിൽ നിഷേധിക്കുക, അല്ലെങ്കിൽ സത്യമെന്ന് സമ്മതിക്കുക. തൻ്റെ മകൻ അനിൽ ആന്റണി ഇത്ര കൊടിയ അഴിമതിക്കാരനായിരുന്നു എങ്കിൽ അക്കാര്യം കേരളത്തോട് തുറന്നു പറഞ്ഞ് മാപ്പപേക്ഷിക്കണം AK ആന്റണി. 84-കാരനായ AK ആന്റണിയെ ഇക്കഴിഞ്ഞ ദിവസം കാലഹരണപ്പെട്ട രാഷ്ട്രീയ നേതാവ് എന്ന് നാമകരണം ചെയ്തിരുന്നു അനിൽ ആന്റണി. ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്നത് പോലെയാണ് ചിലർ കുരയ്ക്കുന്നത് എന്ന് തൻ്റെ പിതാവിനെ ഉദ്ദേശിച്ച് അനിൽ ആന്റണി പറഞ്ഞു. ദല്ലാൽ നന്ദകുമാറിന്റെ കയ്യിൽ നിന്ന് അനിൽ ആന്റണി വാങ്ങിയ പണം PJ കുര്യൻ ഇടനില നിന്നാണ് പിന്നീട് 5 ഗഡുക്കളായി തിരിച്ചു കിട്ടിയത് എന്ന് നന്ദകുമാർ പറയുന്നു. 2014 NDA സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ CBIക്ക് താൻ പരാതി നൽകാനിരുന്നതാണ് എന്ന് നന്ദകുമാർ പറഞ്ഞു. എന്നാൽ അതിൽ നിന്ന് തന്നെ തടഞ്ഞത് PJ കുര്യനാണ്. അന്ന് പണം തിരികെ ലഭിച്ചതുകൊണ്ടാണ് പരാതി നൽകാതിരുന്നത്. പത്തനംതിട്ടയിൽ സ്വന്തം ചെലവിൽ സംവാദത്തിന് പോകാൻ താൻ തയ്യാറാണ് എന്ന് നന്ദകുമാർ പറയുന്നു. താനുമായി ഒരു സംവാദത്തിന് അനിൽ ആന്റണി തയ്യാറാണോ എന്ന് വെല്ലുവിളിക്കുകയാണ് നന്ദകുമാർ. തനിക്ക് വിശ്വാസ്യതയില്ല എന്ന് പറഞ്ഞ അനിൽ ആന്റണി തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, അതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്ന് നന്ദകുമാർ. യാതൊരുവിധ വിശ്വാസ്യതയുമില്ലെങ്കിൽ പിന്നെ എന്തിനു തന്നെ ഫോണിൽ ബന്ധപ്പെട്ടുവെന്നാണ് നന്ദകുമാർ ചോദിക്കുന്നത്. ഇത്തവണ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു തീപ്പൊരി നേതാവ് തന്റെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ അക്കൗണ്ടിൽ വാങ്ങിയിട്ടുണ്ട് എന്നും നന്ദകുമാർ ആരോപണമുന്നയിച്ചു. 2013 ഏപ്രിൽ ഡൽഹി അശോക ഹോട്ടലിൽ വെച്ചാണ് പണം കൈമാറിയത് എന്ന് നന്ദകുമാർ പറയുന്നു. CBI ഡയറക്ടറായിരുന്ന രഞ്ജിത്ത് സിൻഹയ്ക്ക് നൽകാനാണ് അനിലിന്റെ കൈവശം പണം കൊടുത്തയച്ചത്. പക്ഷേ നിയമനം നടന്നില്ല. പണം തിരികെ നൽകാൻ അനിൽ തയ്യാറായതുമില്ല. PJ കുര്യനോട് താൻ പരാതി പറഞ്ഞു, എങ്കിലും പ്രയോജനമുണ്ടായില്ല. ഒടുവിൽ PT തോമസ് ഇടപെട്ടിട്ടാണ് 5 ഗഡുക്കളായി തനിക്ക് പണം തിരികെ ലഭിച്ചത്. NDA മന്ത്രിസഭ വന്നപ്പോൾ പരാതി കൊടുക്കാൻ താൻ ശ്രമിച്ചു, എന്നാൽ അതിൽ നിന്ന് തന്നെ തടഞ്ഞത് PJ കുര്യൻ. രഞ്ജിത്ത് സിൻഹയുടെ നിയമനത്തിലും അനിൽ ആന്റണിക്ക് പങ്കുണ്ട്. UPA സർക്കാരിൻ്റെ കാലത്ത് ഡൽഹിയിൽ ഒബ്രോയ് ഹോട്ടൽ കേന്ദ്രീകരിച്ച് അറിയപ്പെട്ടിരുന്ന ദല്ലാളായിരുന്നു അനിൽ. AK ആന്റണിയുടെ ഔദ്യോഗിക വസതിയിലെ ഓഫീസിൽ നിന്ന് ആയുധ ഡീലുകളുടെ രേഖകൾ ഉൾപ്പെടെ പുറത്തുവിട്ടു. AK ആന്റണിയുടെ വീട്ടിൽ വെച്ചും അനിൽ ഇടപാടുകൾ നടത്തി. അന്വേഷണം തുടങ്ങിയപ്പോഴാണ് പിടിക്കപ്പെടാതിരിക്കാനായി BJPയിൽ ചേർന്നിരിക്കുന്നത്. PJ കുര്യനും ഉമാ തോമസിനുമൊക്കെ ഇക്കാര്യങ്ങൾ അറിയാം. അനിൽ ഇതെല്ലാം നിഷേധിച്ചാൽ തെളിവുകളുമായി താൻ രംഗത്തെത്തുമെന്നാണ് നന്ദകുമാറിന്റെ വെല്ലുവിളി. CBI ഡയറക്ടറുടെ ഔദ്യോഗിക വസതിയിൽ നിത്യസന്ദർശകനായിരുന്നു അനിൽ. സന്ദർശക പുസ്തകത്തിൽ അനിൽ എന്നൊപ്പിടും. എന്നാൽ ഈ ആരോപണം മുഴുവൻ അന്ന് അനിൽ അംബാനിയുടെ തലയിലായി. അനിൽ അംബാനി CBI ഡയറക്ടറെ കാണാൻ ഒരു തവണ വന്നതിന് ശേഷം അനിൽ അംബാനിയുടെ ഒപ്പിട്ടാണ് പിന്നീട് അനിൽ CBI ഡയറക്ടറെ കാണാൻ ഓഫീസിലെത്തിയത്. ഇതാണ് അനിൽ അംബാനിക്ക് വിനയായത്. എന്നാൽ താൻ 25 ലക്ഷം രൂപ വാങ്ങി എന്നത് തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ് നന്ദകുമാറിനെ അനിൽ ആന്റണി. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരെ ഉയർന്നിരിക്കുന്നത് അതിരൂക്ഷമായ ആരോപണങ്ങൾ.
ആരോപണമുന്നയിച്ചയാൾ സമൂഹവിരുദ്ധനാണ്. അയാളെ 1-2 തവണ കണ്ടിട്ടുണ്ട്. ചില ആവശ്യങ്ങൾ പറഞ്ഞു, നടക്കില്ല എന്നറിയിച്ച് മടക്കി അയച്ചു. അയാളുടെ നീക്കങ്ങൾക്ക് പിന്നിൽ രാജ്യവിരുദ്ധനായ ആന്റോ ആന്റണിയാണ് എന്ന് അനിൽ ആന്റണി. തെളിവുണ്ടെങ്കിൽ പുറത്തുവിടട്ടെ. നന്ദകുമാർ തന്നെ നിരന്തരം ശല്യം ചെയ്തയാളാണ്. സഹിക്കവയ്യാതെ അയാളുടെ നമ്പറുകൾ താൻ ബ്ലോക്ക് ചെയ്തു. ബ്ലാക്ക് മെയിലിംഗിന്റെ ആളാണ് അയാൾ. തന്നെ കരിവാരിത്തേക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നിയമ നടപടികൾക്ക് പോകാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് സമയമില്ല. വിശദാംശങ്ങൾ ഉമാ തോമസിനും PJ കുര്യനും അറിയാമെങ്കിൽ അവർ വ്യക്തമാക്കട്ടെ എന്ന് അനിൽ ആന്റണി പറയുന്നു. ആദർശ രാഷ്ട്രീയത്തിന്റെ അപ്പസ്തോലനായി കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന AK ആന്റണി. എന്നാൽ ആന്റണിയുടെ മകനെതിരെ ഇപ്പോൾ നന്ദകുമാർ ഉയർത്തുന്നത് രൂക്ഷമായ ആരോപണങ്ങൾ. പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന AK ആന്റണിക്ക് പോലും ഇതിൽ ഉത്തരം പറയേണ്ടി വരും. ആയുധ ഇടപാടുകളുടെ ഡീലുകൾ അടക്കമുള്ള രഹസ്യങ്ങൾ അനിൽ ആന്റണി പുറത്തുവിട്ടുവെന്നാണ് ദല്ലാൽ നന്ദകുമാർ ആരോപണമുന്നയിച്ചിരിക്കുന്നത്. PJ കുര്യന് അനിൽ ആന്റണിയുടെ എല്ലാ അഴിമതി കഥകളും അറിയാം എന്ന് വ്യക്തമായി നന്ദകുമാർ പറയുമ്പോൾ PJ കുര്യനെ പോലെ ഉത്തരവാദിത്വ സ്ഥാനത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് കേരളത്തോട്. തുറന്നു പറയണം PJ കുര്യനും ഉമാ തോമസുമൊക്കെ. പത്തനംതിട്ടയിൽ ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ K സുരേന്ദ്രൻ നേടിയതിനേക്കാൾ വോട്ടുവിഹിതം നേടും അനിൽ ആന്റണി എന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ഇപ്പോൾ അനിൽ ആന്റണിക്കെതിരെ ഏറ്റവും ശക്തമായ ആരോപണങ്ങൾ ഉയരുന്നത്. തൊട്ടപ്പുറത്ത് ആന്റോ ആന്റണിയെ രാജ്യവിരുദ്ധൻ എന്ന് അഭിസംബോധന ചെയ്യുന്ന അനിൽ ആന്റണിക്കെതിരെ ഉയർന്നു വരുന്നത് സമാനതകളില്ലാത്ത ആരോപണം. ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ അനിൽ ആന്റണി നടത്തിയ ഈ കൊടും അഴിമതികൾക്ക് കുടപിടിച്ചത് പിതാവ് AK ആന്റണി തന്നെയോ? സത്യം തുറന്നു പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ സംശയങ്ങൾക്ക് അറുതി വരുത്തിയേ തീരൂ AK ആന്റണി എന്ന രാഷ്ട്രീയ ഇതിഹാസം. 84-കാരനായ AK ആന്റണിയെ കാലഹരണപ്പെട്ടവൻ എന്ന് ആക്ഷേപിച്ചിരുന്നു ഇന്നലെ അനിൽ ആന്റണി. തൊട്ടു പിന്നാലെയാണ് ദല്ലാൽ നന്ദകുമാറിന്റെ രൂക്ഷമായ ആരോപണങ്ങൾ. ഒരു NDA സ്ഥാനാർത്ഥിക്കെതിരെയാണ് നന്ദകുമാർ ആരോപണമുന്നയിച്ചിരിക്കുന്നത്. ഒട്ടേറെ ആരോപണങ്ങൾ നേരിടുന്ന നന്ദകുമാറിനും ഇനി വരാനിരിക്കുന്നത് പരീക്ഷണങ്ങളുടെ കാലഘട്ടമെന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.